ഇപ്പൊ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷം രൂപ ആണ് നമ്മുടെ ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ വാർഷിക വരുമാനം. ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ അതില് പ്രതിശീർഷ വരുമാനം ഒരു ഘടകം മാത്രമാണ്. നമുക്ക് കണ്ടമാനം കടമുള്ളത് കാരണം ഒരുപാട് പലിശ, സംസ്ഥാനത്തിന്റെ കാര്യമായി പറയുന്നത്, പലിശ കൊടുക്കുന്നത് കാരണം കടം വാങ്ങുന്ന പൈസ പലിശ കൊടുക്കാനുള്ള അവസ്ഥ വരുമ്പോൾ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പണം ലഭ്യമല്ല. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. പക്ഷെ അതൊക്കെ തന്നെ അതുമാതിരി അരിയുടെ കാര്യത്തില് ചൈന കഴിഞ്ഞാൽ നമ്പർ 2 ആണ്. വീറ്റിന്റെ കാര്യത്തില് 2ാം സ്ഥാനത്താണ്. ഇതൊക്കെ നമ്മളിപ്പോ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ബ്രോഡ് പ്രിൻസിപ്പിൾസ് ഫോർ വികസിത് ഭാരത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 2047 നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദിയാണ്, 100ാം വർഷമാണ്. ആ ശതാബ്ദി വർഷത്തില് ഇന്ത്യയെ ഒരു വികസിത രാജ്യമായിട്ട് മാറ്റുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ സർക്കാരിൻ്റെ മാത്രമല്ല, സർക്കാരുകളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഒരു 35 വർഷം നോക്കുകയാണെങ്കിൽ 91 നമ്മൾ ഉദാരീകരണ നയം നടപ്പിലാക്കിയതിനു ശേഷം 7 സർക്കാരുകൾ മാറി. സർക്കാരുകൾ മാറിയാലും മാറിയില്ലെങ്കിലും ഏതായാലും വരില്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ ലക്ഷ്യം, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇന്ത്യയെ ഒരു വികസിത ഭാരതമാക്കുക, വികസിത രാഷ്ട്രമാക്കുക, ദാരിദ്ര്യമില്ലാത്ത, നല്ല വരുമാനമുള്ള, നല്ല ജീവിത നിലവാരമുള്ള, എല്ലാവർക്കും സാമ്പത്തിക വളർച്ചയുടെ ആനുകൂല്യം ലഭ്യമാവുന്ന ഒരു വികസിത ഭാരതം. ഈ വികസിത ഭാരതം എന്ന് പറയുമ്പോൾ എത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. 47 എന്ന് പറഞ്ഞാൽ ഇനി എത്ര വർഷമാണുള്ളത്? 22 വർഷമുള്ളൂ. 22 വർഷത്തിന്റെ ഉള്ളിൽ ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഡെവലപ്ഡ് കൺട്രി എന്നുള്ള കാര്യം ചോദിക്കും അവിടെ. അതിന് പല ഡെഫിനേഷൻസ് ഉണ്ട്. വേൾഡ് ബാങ്കിന്റെ ഒരു നിർവചന പ്രകാരം രാജ്യങ്ങളെ 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു ക്യാപിറ്റ ഇൻകം അതിന്റെ അടിസ്ഥാനത്തിൽ 4 ആയി തരംതിരിച്ചിട്ടുണ്ട്. 1 ലോവർ ഇൻകം, 2 ലോവർ മിഡിൽ ഇൻകം, 3 അപ്പർ മിഡിൽ ഇൻകം, 4 ഹൈ ഇൻകം. അതിൽ ഹൈ ഇൻകത്തിൽ എത്തിയാലാണ് നമ്മൾ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത്. 197, 198 രാജ്യങ്ങളാണ് ഇന്ത്യയിലുള്ളത്, ലോകത്തിലുള്ളത്. 201 എന്നുള്ള കണക്കുണ്ട്. അത് ചെറിയ ചെറിയ ദ്വീപൊക്കെ ഉണ്ട്. 4000, 5000 ആൾക്കാരുള്ള ചില ദ്വീപൊക്കെ തന്നെ രാജ്യമായിട്ടുണ്ട്. കെയ്മൻ ഐലൻഡ്സ്, നാരു മുതലായിട്ടുള്ളത്. 198 രാജ്യമാണ് പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ തന്നെ കണക്കിൽ രാജ്യങ്ങളായിട്ടുള്ളത്. അതിൽ 53 രാജ്യങ്ങളാണ് നമുക്കൊരു ഡെവലപ്ഡ് രാജ്യങ്ങൾ എന്നായിട്ട് കണക്കാക്കുന്നത്. കാരണം ഈ 53 രാജ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും $14,050 കൂടുതൽ പ്രതിശീർഷ വരുമാനം വേണം. അതാണ് അപ്പർ ഇൻകം എന്ന് പറയുന്നത്. അപ്പർ ഇൻകം അല്ലെങ്കിൽ ഹൈ ഇൻകം. നേരത്തെ പറഞ്ഞല്ലോ 4 ക്ലാസിഫിക്കേഷൻ ആണ്. ലോവർ മിഡിൽ ഇൻകം, ആദ്യം ലോവർ ഇൻകം, 2 ലോവർ മിഡിൽ ഇൻകം, 3 അപ്പർ മിഡിൽ ഇൻകം, 4 ഹൈ ഇൻകം. ആ ഹൈ ഇൻകം ഇപ്പോഴത്തെ കണക്ക് $14,050 ആണ്. അതിന് മുന്നോട്ട് പോകും തോറും അതും വർദ്ധിപ്പിക്കുന്നുണ്ടോ. 14 മുതൽ 16, 18 ഒക്കെ ആയിട്ട് വർദ്ധിക്കും. അപ്പൊ 2047 ആകുമ്പോഴേക്കും നമ്മള് ഇപ്പോ ഉള്ള $14,050 എത്തുമെന്ന് ചോദിച്ചാല് എളുപ്പമല്ല കാര്യം, എളുപ്പമല്ല. എന്നാലും അതിന്റെ അടുത്തൊക്കെ വരും. 14,050 അല്ലെങ്കിൽ 15,000 പെർ ക്യാപിറ്റ ഇൻകം ആയില്ലെങ്കിലും ഇപ്പൊ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷം രൂപ ആണ് നമ്മുടെ ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ വാർഷിക വരുമാനം. 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനം. ഡോളറിൽ പറയുകയാണെങ്കിൽ ഏകദേശം $3,000 അടുത്ത് വരും. $3,000. ആ $3,000 ഒരു 5 മടങ്ങ് വർദ്ധിച്ച് 22 വർഷത്തിന്റെ ഉള്ളില് 14,000 മുകളിൽ എത്തുക എന്ന് പറഞ്ഞാല് നമ്മൾ തുടർച്ചയായിട്ട് അടുത്ത 22 വർഷം ഒരു 8-9% സാമ്പത്തിക വളർച്ച കൈവരിക്കുകയാണെങ്കിൽ അത് സാധ്യമാണ്. പക്ഷെ അത് വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സാധിക്കും. നമുക്കൊരു ആസ്പിറേഷൻ ആണത്. ദാറ്റ് ഇസ് എ ഗോൾ. അത് കൃത്യമായിട്ട് 14,000 എത്തിയില്ലെങ്കിലും 10,000, 8,000 ഒക്കെ ആണെങ്കിൽ തന്നെ 10,000 ആയാലും അത് പിന്നെ നല്ലൊരു ജീവിത നിലവാരം ജനങ്ങൾക്ക് നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഈ പ്രതിശീർഷ വരുമാനം മാത്രം നോക്കിയാൽ പോരാ. പ്രതിശീർഷ വരുമാനം ഒരു ഘടകം മാത്രമാണ്. പല രാജ്യങ്ങളിലും, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലെ ചെറിയ രാജ്യങ്ങളിലൊക്കെ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരമൊക്കെ തന്നെ വളരെ കുറവാണ്. എഡ്യൂക്കേഷൻ ലെവലൊക്കെ വളരെ കുറവാണ്. എന്നാൽ സമ്പന്നമായിട്ടുള്ള സ്ഥലങ്ങളാണ്. കാരണം
ക്രൂഡ് ഓയിൽ കണ്ടമാനമുണ്ട്. നമ്മൾ ഇവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടുന്നത് പോലെ അവിടെ കുഴിച്ചാൽ എണ്ണയാണ് കിട്ടുന്നത്. എണ്ണ കയറ്റുമതി ചെയ്താൽ കണ്ടമാനം പണം കിട്ടും. അത് കാരണമാണ് അവിടെ ഉയർന്ന വരുമാനമുള്ളത്. നമ്മള് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ അതിൽ പ്രതിശീർഷ വരുമാനം ഒരു ഘടകം മാത്രമാണ്. അതുകൂടാതെ ജനങ്ങളുടെ വിദ്യാഭ്യാസം, എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം എത്തിക്കുക, നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എത്തിക്കുക, ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കുക. ഇപ്പോഴും നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ഈവൻ നോക്കൂ, കേരളത്തിന്റെ കാര്യത്തിനെടുത്തുള്ളൂ. കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും ലൈഫ് എക്സ്പെക്ടൻസി, ആയുർ ദൈർഘ്യത്തിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ വളരെ മുമ്പിലാണ്. പക്ഷെ എന്നിട്ട് നോക്കി നോക്കൂ, വയനാടിനെ പോലെ പ്രദേശത്ത് കഴിഞ്ഞ 2 ദിവസത്തിൽ 4 ആളുകൾ ആന കുത്തിയിട്ട് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ സീരിയസ് ഇഷ്യൂസ് ആണ്. അവിടെയൊക്കെ തന്നെ വലിയ ഒരു ഗവേണൻസ് ഫെയിലിയർ മുതലായിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം ആ പ്രദേശങ്ങളിലൊക്കെ എപ്പോഴും കാടിന്റെ അടുത്ത് ഗിരിവർഗക്കാർ താമസിക്കുന്നുണ്ട്. കാടിന്റെ അടുത്ത് താമസിക്കുന്ന ഗിരിവർഗക്കാരൊക്കെ തന്നെ ഇപ്പോഴും അവരെ ചില വീടുകളൊക്കെ കാണിക്കുന്നുണ്ട്. 4 ഒരു മുളേന്റെ കാലില് ഒരു ഷീറ്റിട്ട് മുകളില് വെച്ചിട്ട് ആ വീടിനകത്താണ് താമസിക്കുന്നത്. അതൊക്കെ വളരെ കേരളത്തിന്റെ കാര്യമാണ്. അപ്പൊ കൂടുതൽ ദാരിദ്ര്യമുള്ള ഒഡീസ പോലെയുള്ള, ബീഹാറിനെ പോലെയുള്ള, യുപിന്റെ ചില പ്രദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാലോ ഇപ്പോഴും നമുക്ക് വലിയ ദാരിദ്ര്യമുണ്ട്. നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഉയർന്ന വളർച്ച കൈവരിക്കുന്ന സാഹചര്യത്തില് ഇത്രയും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലൊക്കെ തന്നെ കുറെ ആളുകൾ ഇത് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് മൊത്തം സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരാ. വി ഷുഡ് ബി അഷെയിംഡ് ഓഫ് ദാറ്റ്. അപ്പൊ സർക്കാരിന്റെയും പ്രധാനമായിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാല് വീടില്ലാത്തവർക്ക് നല്ലൊരു പാർപ്പിടം ഉണ്ടാവുക, അത് സർക്കാരിന്റെയും കൂടെ ചുമതലയാണ്. നികുതി വരുമാനമൊക്കെ കൂടുതൽ അതിനു വേണ്ടി ചെലവാക്കണം. അത് കേന്ദ്ര പദ്ധതി ഉണ്ട്. കേന്ദ്ര പദ്ധതിയിൽ ഒരു PM ആവാസ് യോജന 4 കോടി വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളിലായിട്ട്. കേരളത്തിൽ നമുക്ക് ലൈഫ് മിഷൻ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് നമുക്ക് കണ്ടമാനം കടമുള്ളത് കാരണം ഒരുപാട് പലിശ, സംസ്ഥാനത്തിന്റെ കാര്യമായി പറയണത്, പലിശ കൊടുക്കുന്നത് കാരണം കടം വാങ്ങുന്ന പൈസ പലിശ കൊടുക്കാനുള്ള അവസ്ഥ വരുമ്പോ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പണം ലഭ്യമല്ല. പിന്നെ വേറെ പലതരത്തിലുള്ള ദൂർത്തുകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല. അപ്പോ ഇത് നമ്മൾ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ഒരു 14,500 പ്രതിശീർഷ വരുമാനം $1,500 എന്നുള്ളത് ഒരു വലിയൊരു ചലഞ്ചാണത്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-20 വർഷം 8% കൂടെ വളരാൻ നമുക്ക് സാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. മാത്രമല്ല ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്, നിങ്ങൾക്ക് തന്നെ. ഞാൻ 2047 കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് ആലോചിക്കുന്നില്ല. കാരണം 2047 ഞാനും ഉണ്ടാവില്ല. ഒരു 10-90 വയസ്സ് കഴിഞ്ഞ് ജീവിക്കണം എന്ന് ആഗ്രഹമില്ല. കാരണം ആരോഗ്യം നന്നായിരിക്കുന്ന സമയത്ത് പാട്ട് നിർത്തുന്നതാണ് നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിലും കൂടി തന്നെ. വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രധാനമായിട്ടും സർക്കാരിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരിലായിരിക്കണം. ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് നല്ല സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വികസിത് ഭാരതത്തിന്റെ പ്രധാനമായിട്ടുള്ള ബ്രോഡ് പ്രിൻസിപ്പിൾസ് ഇതാണ്: 0 പോവർട്ടി ബൈ 2047. ഇപ്പൊ 1960-കളില് 70-കളില് സൗത്ത് കൊറിയയും ഇന്ത്യയും ഒരേ നിലവാരത്തിലായിരുന്നു. ഇന്നിപ്പോ സൗത്ത് കൊറിയയിലെ ദാരിദ്ര്യം 0ആണ്. നോർത്ത് കൊറിയയില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യമുള്ള ഒരു ദാരിദ്ര്യമുള്ള രാജ്യമാണ് നോർത്ത് കൊറിയ. രണ്ടും 2 സിസ്റ്റംസ് ആണ്. നോർത്ത് കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം, ഒരു ഫെയിൽഡ് സിസ്റ്റമാണ്. നോർത്ത് കൊറിയയിലത്തെ വല്ല ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ആരും കേട്ടിട്ടുണ്ടാവില്ല. കിം ജോങ് ഉൻ എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന്റെ കുടുംബമാണ് രാജ്യം ഉണ്ടായതിനു ശേഷം ഭരിക്കുന്നത്. അപ്പൊ കൊറിയ എന്ന് പറഞ്ഞാൽ കിം ജോങ് ഉൻ, കിം ഫാമിലി മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. നേരെ മറ്റു സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ടെലിഫോൺ, മൊബൈൽ ഫോൺ സാംസങ്ങിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ LGന്റെ എയർ കണ്ടീഷണർ ഉണ്ടായിരിക്കും, റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും, ഹുണ്ടായിന്റെ കാറുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ സൗത്ത് കൊറിയൻ ഗ്ലോബൽ ബ്രാൻഡ്സ് ആണ്. ബ്രാൻഡ്സ് വിച്ച് ആർ സോൾഡ് ഓൾ ഓവർ ദ വേൾഡ്. അങ്ങനെ ഒരു സാമ്പത്തിക വളർച്ച സൗത്ത് കൊറിയയ്ക്ക് ഉണ്ടായി. കാരണം ഒരു മാർക്കറ്റ് ഇക്കോണമിയാണ് അവർ സ്വീകരിച്ചത്. നോർത്ത് കൊറിയയെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് കമാൻഡ് സിസ്റ്റം ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് 0 പോവർട്ടി എത്തിയത്.
കമ്പാരിസൺ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 146 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. ചെറിയ രാജ്യങ്ങളുമായിട്ടുള്ള താരതമ്യം വളരെ ശരിയല്ല, എങ്കിലും ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ആക്സസ് ടു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അഫോർഡബിൾ കോംപ്രഹെൻസീവ് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം. അതും ഇന്നത്തെ കൂടുതൽ ആൾക്കാർ 1947 നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം 32 ആയിരുന്നു. 32 വയസ്സ് വരെയാണ് ശരാശരി ആയുർദൈർഘ്യം. കാരണം ഒരുപാട് കില്ലർ ഡിസീസസ് ഉണ്ടായിരുന്നു. വസൂരി വന്ന്, ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് വസൂരി വന്ന് ധാരാളം ആളുകൾ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് മരിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈവൻ ക്ഷയം ഒരു കില്ലർ ഡിസീസ് ആയിരുന്നു. ഇന്നിപ്പോ 3 ആഴ്ച ആന്റിബയോട്ടിക്സ് കഴിച്ചാൽ മാറുന്നതാണ് ട്യൂബർകുലോസിസ്. അപ്പോ സ്മോൾ പോക്സ് മുതലായിട്ടുള്ള അസുഖങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് പ്രതീക്ഷ ആയുസ് വർദ്ധിച്ചത്. അപ്പൊ പ്രതീക്ഷ ആയുസ് വർദ്ധിച്ച ആൾക്കാർ കൂടുതൽ കൊല്ലം ജീവിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ഹെൽത്ത് കെയർ കൊടുക്കുക, ആരോഗ്യ സംരക്ഷണം കൊടുക്കുക. ആരോഗ്യ സംരക്ഷണം എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം, അത് കോംപ്രഹെൻസീവ് ആയിരിക്കണം, നല്ല ഉയർന്ന ഗുണമേന്മയുള്ളത്, എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ളത്. അതാണ് എല്ലാവർക്കും പ്രാപ്യമാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പന്നരായിട്ടുള്ള വിഭാഗത്തിന് മാത്രം പ്രാപ്യമായിട്ടുള്ളത് ആവരുത്. പെട്ടെന്നൊരു ഓപ്പൺ ഹാർട്ട് സർജറി വേണം. ആ ഓപ്പൺ ഹാർട്ട് സർജറി ഒരു തൊഴിലാളിക്കും തൊഴിലാളിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കും സാധ്യമാകുന്ന രീതിയിൽ ഹെൽത്ത് കെയർ സിസ്റ്റം അഫോർഡബിൾ ആവണം, കോംപ്രഹെൻസീവ് ആവണം. പിന്നെ വേറൊരു പ്രധാന ബ്രോഡ് പ്രിൻസിപ്പിൾ പറയുന്നത് 100% സ്കിൽഡ് ലേബർ വിത്ത് മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ്. നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ലേബർ ഫോഴ്സ് സ്കിൽഡ് ആയിരിക്കണം, അവർക്ക് മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ്, നിസ്സാരമായിട്ടുള്ള ശമ്പളം കിട്ടുന്ന ജോലിയല്ല, വളരെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള നല്ല വരുമാനമുള്ള നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ടാക്കാനുള്ള എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾ പഴയ പോലെയല്ല, സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സമൂഹമാണ്. എൻ്റെ ഫാമിലിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ, അമ്മ, 3 സഹോദരിമാര്, ഞാൻ, അങ്ങനെ 6 പേരാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ മുമ്പത്തെ ജനറേഷനാണ് പറയുന്നത്, അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അപ്പൊ അതിൽ അച്ഛനാണ് ജോലി ചെയ്തിരുന്നത്, അച്ഛൻ്റെ ഒരു വരുമാനമാണ്. ഇന്നിപ്പോ എൻ്റെ കുടുംബം പറയുകയാണെങ്കിൽ മക്കളുടെ പെൺകുട്ടികളെ 2 പേരും കല്യാണം കഴിഞ്ഞെങ്കിലും കൂടി തന്നെ ഞങ്ങൾ 4 പേരും ജോലി ചെയ്യുന്നതാണ്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, റിട്ടയർമെന്റിന് ശേഷം ജോലി ചെയ്യുന്നുണ്ട്. ഭാര്യ ഫുൾ ടൈം കോളേജിലെ പ്രൊഫസറായിരുന്നു. മക്കൾ 2 പേരും ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ ഫുൾ ഫാമിലി ഈസ് എംപ്ലോയിഡ്. അത്തരത്തിലുള്ള എംപ്ലോയ്മെന്റ് വേണം, മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കണം, ഹൈ ഇൻകം എംപ്ലോയ്മെന്റ് ആയിരിക്കണം. അതിന് സ്ത്രീകൾ കൂടുതലായിട്ട്, അപ്പൊ 2 പെൺമക്കളാണ് എനിക്കുള്ളത്, 2 പേരും എംപ്ലോയിഡ് ആണ്. അപ്പൊ പണ്ടേ പോലെ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല ഇന്നത്തെ പെൺകുട്ടികൾ. അങ്ങനെയല്ല വേണ്ടത്. പുറത്തേക്ക് വന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയാവണം, സ്വന്തം വരുമാനം വേണം, സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണത്തിന് കൈ ആരുടെ മൂലം നീട്ടരുത്, അഭിമാനത്തോടുള്ള ജീവിതമായിരിക്കണം. സോ യു ഹാവ് ടു വർക്ക്, ഏൺ ഇൻകം. അതാണ് അന്തസ്സുള്ള ജീവിതം. അല്ലാണ്ട് മറ്റുള്ള ആളുകൾ, അച്ഛനായാലും ഭർത്താവായാലും ആങ്ങളെയായാലും ആരെയും ആശ്രയിക്കാണ്ട് സ്വന്തമായിട്ടുള്ള കാലിൽ നിന്നിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് അന്തസ്സോടെ ജീവിക്കുക, പണം ചെലവിട്ട് ജീവിക്കുക. അതാണ് അന്തസ്സുള്ള ജീവിതം. അപ്പൊ അതിന് സ്ത്രീകൾ കൂടുതൽ തൊഴിൽ മേഖലയിൽ വരണം. അതിന് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ വർക്ക് ഫോഴ്സ് എന്ന് പറയും. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ ഇന്ത്യയെ ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് ദ വേൾഡ്, അതാണ് വേറൊരു. ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമിയുള്ള ഒരു സ്ഥലമാണത്. നമ്മള് ഇപ്പൊ കാനഡ എന്നുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഉദാഹരണം പറയാം, കാനഡ പറയാൻ കാരണം, കാനഡ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കാളും 3 ഇരട്ടി വലുപ്പമുള്ള രാജ്യമാണ് ഭൂമി ശാസ്ത്രത്തില്. ഭൂമിന്റെ വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യനേക്കാളും 7 ഇരട്ടി വലുപ്പമാണ്. പക്ഷെ അതില് 90% മനുഷ്യവാസയോഗ്യമല്ല. ആകപ്പാടെ 3 ഫ്രൂട്ടാണ് കാനഡയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആകെ. സ്ട്രോബെറി, ആപ്പിൾ, ഗ്രേപ്സ്, ഈ 3 തന്നെ ഉള്ളൂ. വേറെ ഫ്രൂട്ട്സ് ഒന്നുമില്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, ഞാൻ പറയാൻ കാരണം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പാണ് തോന്നുന്നുണ്ട്, ഞങ്ങള് റോട്ടറി ക്ലബില് കാനഡയിൽ നിന്നുള്ള ഒരു ടീം വിസിറ്റ് ചെയ്തു. കാനഡയിൽ നിന്നുള്ള 5 പേര് അടങ്ങുന്ന ഒരു ടീമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ, തൃശ്ശൂരിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു അവർക്ക് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തത്. അയാളുടെ വീട് എന്ന് പറഞ്ഞാല് ഒരു തൃശ്ശൂർ ടൗണിലാണെങ്കിലും ഒരു 1.5 ഏക്കർ പറമ്പുണ്ട്. കുറച്ചുള്ളിലാണ് 1.5 ഏക്കർ പറമ്പുണ്ട്. ആ 1.5 ഏക്കർ പറമ്പിൽ നോക്കിക്കഴിഞ്ഞാല് മാങ്ങ, ചക്ക, പൈനാപ്പിള്, സീതപ്പഴം എല്ലാം പാടെ അന്ന് അവർക്ക് ഉച്ചഭക്ഷണത്തിന് ടേബിളിൽ വെച്ചത് ഏകദേശം 10 വെറൈറ്റി ഫ്രൂട്ടുകളാണ്. ഈ 10 വെറൈറ്റി ഫ്രൂട്ടും
അയാളുടെ പറമ്പെന്ന് പറിച്ചതാ. അത് നമ്മൾ കാനഡക്കാരടുത്ത് പറഞ്ഞപ്പോ അവരാകെ ഷോക്ക്ഡായി. ഓൾ ദീസ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഫ്രം യുവർ ലാൻഡ്, നിങ്ങളുടെ ഈ പ്ലോട്ട് നിന്നാണോ ഇതൊക്കെ തന്നെ? കാരണം അവിടെ ഈ ക്ലൈമറ്റ് വളരെ കോൾഡ് ക്ലൈമറ്റ് ആയത് കാരണം അങ്ങനെയാണ്. ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രി ആണല്ലോ, നമ്മൾ ഇക്വേറ്ററിന്റെ മുകളിലായത് കാരണം നല്ല ചൂടും വെളിച്ചമൊക്കെ ഉള്ളത് കാരണം നിരവധി പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. പക്ഷെ അതൊക്കെ തന്നെ അതുമാതിരി അരിയുടെ കാര്യത്തില് ചൈന കഴിഞ്ഞാൽ നമ്പർ 2 ആണ്. വീറ്റിന്റെ കാര്യത്തില് 2ാം സ്ഥാനത്താണ്. ഇതൊക്കെ നമ്മളിപ്പോ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ ഇന്ത്യൻ ബസ്മതി അരി, ഇന്ത്യൻ ബിരിയാണി ജപ്പാനിലടക്കം, ജപ്പാനിൽ തന്നെ ബിരിയാണി ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്ത്യൻ ബിരിയാണി ജപ്പാനിൽ വളരെ പോപ്പുലർ ആണ്. അപ്പൊ അത് കാരണം ഇന്ത്യന്റെ ബസ്മതി അരി ജപ്പാനിൽ വളരെ പോപ്പുലർ ആണ്, മിഡിൽ ഈസ്റ്റിൽ വളരെ പോപ്പുലർ ആണ്, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തന്നെ. ഈ ബസ്മതി അരി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയും പിന്നെ പാകിസ്ഥാനിലും ഉണ്ട്. കാരണം അതിനൊരു പ്രത്യേകമായിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഏരിയയിലേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യനെ ഒരു ഫുഡ് ബാസ്ക്കറ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് അരി കയറ്റുമതി ചെയ്യുന്നുണ്ട്, ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്നുണ്ട്, ബസ്മതി അരി കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യനെ ഒരു ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് ദ വേൾഡ് ആയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേറൊരു പ്രധാനമായിട്ടുള്ള ബ്രോഡ് പ്രിൻസിപ്പിൾ.